ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ ഈ കേക്കിൻ്റെ ഒരു ചൊറുക്ക് നോക്കിയാണെങ്കിൽ നിങ്ങൾ സോഡ ഇട്ടിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ല, മൈദ അരിച്ചിട്ടില്ല, പഞ്ചസാര പൊടിച്ചിട്ടില്ല, പലതരം ഗുണമേന്മകൾ നിറഞ്ഞൊരു കേക്ക്. അതും ഏത് കുട്ടിക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് മടിയന്മാർക്കും മടിച്ചികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് താഴത്താക്കണം, കമൻറ്റ് ബോക്സ് അവിടെ കാലിയായി കിടക്കണം. അവിടെ വന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. ഏതെങ്കിലും നിങ്ങൾ കാണാൻ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അഭിപ്രായം പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും ഒരു സീസണിൽ എല്ലാവർക്കും ഉണ്ടായിന് ഇന്നയാളെ കേക്കിൻ്റെ ഒരു വട്ട്. ആ കൂട്ടത്തിൽ അമ്മക്കും ഉണ്ടായിന്. ഏതായാലും നമുക്ക് അതിൻ്റെ മുമ്പേ ഉണ്ടായി കേട്ടോ കേക്ക് പിരാന്ത്. ഏതായാലും ഇതിപ്പോൾ ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ഈ കേക്ക് വട്ടൊക്കെ നിന്ന് ആ കൊറോണ പിടിച്ച ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് ഏതെങ്കിലും കേക്കിൻ്റെ വട്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും കേക്ക്, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും. ഒരു വീട്ടിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയും. വേറെ ഒന്നും അറിയില്ലെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഒരാൾ ഈ ദുനിയാവിലില്ലേ ഇന്നയാളെ. ആ ഒരു സീസണിൽ എല്ലാവരും ബാറ്ററും ബീറ്ററും ഒക്കെ വാങ്ങിക്കാണ്ട് ഒക്കെ എല്ലാവരും നിരത്തി കേക്ക് ഉണ്ടാക്കലേനി. അതാണ് കഴിഞ്ഞോട് കൂടി കഴിഞ്ഞിട്ടോ. ആ കൊറോണ കഴിഞ്ഞോട് കൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ആ കേക്ക് ബീറ്ററും കാണാനല്ല, ബാറ്ററും കാണാനല്ല, ഒന്നും കാണാനല്ല. അപ്പോൾ ആരും ഉണ്ടാക്കണില്ല തോന്നുന്നുണ്ട്. ഏതെങ്കിലും 4 മുട്ട ഞാനിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ചേർത്ത് കൊടുക്കണം മുട്ടൻ്റെ ചൊയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എന്താ പറയുക, വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് അതും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് പൊടിച്ചതാകുമ്പോൾ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് ചേർത്ത് നോക്കാം. ഏതായാലും കല്ലുപ്പ് പൊടിച്ച് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഞാൻ 1 കപ്പ് അളവിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തത് 1 കപ്പ് പൊടിച്ചാതെ ചേർത്ത് കൊടുത്തേക്കാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ബീറ്റ് ചെയ്താളെ കേട്ടോ. അതൊക്കെ പ്രത്യേകിച്ച് പറയാൻ നാളെ. അപ്പോൾ ആ ഒരു സീസണിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആരും വല്ലാതെ മറന്നിട്ടുണ്ടാവില്ല. എന്നാലും നാളെ ഇടയ്ക്കിടയ്ക്ക് ഒരു കേക്ക് നാൻ പൂതിണ്ടാകുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാം. ഒരു കുക്കർ വേറെയുള്ള റെസിപ്പീൻ്റെ മാതിരിയൊന്നുമല്ല ഈ കേക്ക് ഉണ്ടാക്കാറുണ്ട്, എളുപ്പമാണ്. അപ്പോൾ ഈ ബീറ്റർ ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെ പൊക്കി പിടിച്ചിട്ട് വെച്ചാൽ എളുപ്പം ബീറ്റ് ആവും കേട്ടോ. അല്ലാതെ ഇങ്ങനെ അതിൽ അടിക്ക് ഇങ്ങനെ തട്ടിച്ച് പിടിച്ചാൽ ബീറ്റായി കിട്ടാൻ പണിയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 1-2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഈ മേലെ ഇങ്ങനെ വെച്ചെടുക്കുക. ഇതിൽ കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ എവിടെയാണ് ബീറ്റർ വെച്ചതെന്ന്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് റെഡി ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ക്രീം ബീറ്റാക്കുമ്പോഴൊക്കെ അങ്ങനെ മേലോടെ അങ്ങനെ വെച്ചെടുത്താൽ മതി. അല്ലാതെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യും തോറും അത് ഇങ്ങനെ മുട്ട പതയാതെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. ക്രീമിൻ്റെതായാലും അങ്ങനെ തന്നെയാണ്. ക്രീം ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതാ കരുതുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടായാൽ ഞങ്ങൾ നിർത്തിക്കോളി. നിർത്തുകയല്ല കേട്ടോ, ഞാനിതേക്ക് ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് കളർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 2-3-4 വിധത്തിൽ പല വിധത്തിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയിട്ടോ. അതുപോലത്തെ ഒരു വിഭവത്തിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാവരും എളുപ്പത്തിലാണ് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിക്ക് ഉണ്ടാക്കേണ്ടവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അതിനു മുമ്പ് ഞാനൊരു കാരമൽ കേക്കിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാത്തപോലെ അത് പോയി കാണാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്പൂൺ കൊണ്ട് എടുക്കണ കണ്ടില്ല നിങ്ങൾ. ഈ ഒരു പരുവത്തിലായാണ് ഞങ്ങളെ സോഡയും വേണ്ട പൗഡറും വേണ്ട ഒന്നും നമുക്ക് മാണ്ടി വരില്ല. നല്ല മട്ടത്തിലാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തുകൊണ്ട് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ഈ കുക്കറിൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പറൊന്നും ഇടാൻ പോകണില്ല. എന്തിനാണ് ഇപ്പോൾ അതൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് അതിന്മേൽ കുറച്ച് ബട്ടറും ഇതിന്മേൽ കുറച്ച് ബട്ടറും നെയ്യൊക്കെ നെയ്യല്ല എന്താ പറയുക, ഓയിലൊക്കെ തേച്ചെടുക്കണ എഴുതിയാണ്ട് അതൊക്കെ ഒരു പണിയാണ്. നമുക്ക് അതിനൊന്നും നിൽക്കണ്ട. മൈദയല്ല സാധനം, വളക്കിയടി ചാടുന്ന സാധനമാണ് ഈ മൈദ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിന് കുറേ പേപ്പർ ഇല്ലായിട്ട് എഴുതിയാണ്ട് അതൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിൽക്കണില്ല കേട്ടോ. മൈദയും മുട്ടിയും കണ്ടാൽ തന്നെ വളക്കണ സാധനമാണ്. നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് തന്നെ ആലോചിച്ചാലും അറിയില്ല മൈദയും മുട്ടിയും ചട്ടിയിൽ നിൽക്കൂലെന്ന്. അപ്പോൾ കണ്ടില്ല, ഇതേപോലെ അരിച്ചെടുക്കുക. 1 കപ്പ് മൈദ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറേ വട്ടമൊന്നും അരിച്ചാൽ നിൽക്കണില്ല, നേരെ എങ്ങനെ അരിച്ചെടുക്കുക. എന്തോ ഒരു എളുപ്പം ഞാളെ ഈ കാട്ടണ കണ്ടില്ല നിങ്ങൾ. എന്താണ് ഈസി, നമുക്ക് എന്നൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നും. ആ കോലത്തിൽ ഇതുപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. ആകെപ്പാടെ കുത്തിയടച്ച് ഉളക്കി യോജിപ്പിച്ച് ആകെ ഇങ്ങോട്ട് ഇടങ്ങാറാക്കാൻ നിൽക്കണ്ട നിങ്ങൾ. ഇതുപോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഏതായാലും ബാക്കിയുള്ള മാവ്ക്ക് ഞാൻ ഈ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ വേറെ എൻ്റെ അടുത്ത് പാൽപ്പൊടിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ പാൽപ്പൊടി കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള സാധനം എന്താ ഇല്ല വെച്ചാൽ അതുകൊണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ.
അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, ഇതിവിടെ കുറഞ്ഞൊരു സ്പീഡ് കൂട്ടിയാണ്. ഏതെങ്കിലും മയത്തിലൊക്കെ ഇളക്കി യോജിപ്പിച്ചാൽ ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി സാവധാനത്തിൽ ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ്, ഒക്കെപ്പാടെ സ്പീഡ് കൂട്ടിയാണ്ട് ആകെ കുത്തി അടിച്ച് കാണ്ട് ആകെ അങ്ങോട്ട് ചക്ക കൂട്ടാനാക്കണ്ട കേട്ടോ. കണ്ടില്ലേ, ഇനി ലാസ്റ്റ് അവസാനമായിട്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ല നിങ്ങൾ, ഈ മാവിന് ഒരു പ്രത്യേകത നോക്കിയാണ്, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഇനി ബാലൻസ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിക്ക് ഇങ്ങനെ ഇടാൻ നിൽക്കണ്ട, ഞാൻ നിർത്തിക്കണം കേട്ടോ പൊടിയിടൽ. അപ്പോൾ നമ്മൾ ഈ മുട്ട ഉണ്ടല്ലോ, നമ്മൾ വാങ്ങുമ്പോൾ പല സൈസ് കാരം മുട്ട പല വലുപ്പത്തിലും. അപ്പോൾ നമ്മൾ പൊടി ഇടുമ്പോൾ ഈ ഒരു രൂപമായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കറിയില്ല ഈ ഒരു മാവ് അത്ര ഇതിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉണ്ടായാൽ നമ്മൾ നിർത്തുക. ഇനി നമ്മൾ കണ്ടില്ലേ, ഈ ബാറ്റർ മൊത്തം ഇതിക്കൊണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിമ്മ കുറേ കളിച്ചാനൊന്നും ഞാൻ നിൽക്കണില്ല. അത് തട്ടാ മേടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പണിയാണ്. അപ്പോൾ അതിനൊന്നും നിൽക്കണില്ല, നേരിട്ട് ഇങ്ങനെ പാർന്ന് ഇനി കൊട്ടി കൊടുക്കണമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ചോക്കട്ടെ, കുറേ കാലമായി ഇങ്ങനെ പല വീഡിയോയിൽ പല മോഡൽ. അപ്പോൾ ഓലിങ്ങനെ കൊട്ടണ കാണുമ്പോൾ കൊട്ടണ കേട്ടോ. ഞാനും വെറുതെ ഇങ്ങനെ തട്ടി കൊടുക്കണ എയർ ബബിൾസ് കളയാനാന്നും പറഞ്ഞു കണ്ട. അപ്പോൾ ഞാനതൊന്നും ചെയ്യലില്ലേനി. ഈ വീഡിയോ ഇങ്ങനെ ഓരോരുത്തർക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഞാൻ ആദ്യമേ അത് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരെ കൊണ്ടുപോയിക്കാണ്ട് ദിമ്മക്കടെ വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് നമുക്ക് കേട്ടോ. കണ്ടോ, ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ മറ്റേ അടുപ്പിൻ്റെ സ്റ്റാൻഡ് ഇങ്ങോട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചെടുത്താണ്. കരിയാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ബട്ടർ പേപ്പറൊന്നും ഇടാത്തതല്ലേ. അപ്പോൾ ഇനി ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിക്കണം കേട്ടോ. ഞാൻ പിന്നെ കൂടുതലായും അങ്ങനെ നോക്കിയിരുന്നിട്ടൊന്നുമില്ല. ഞാനങ്ങനെ പുറത്തു കൂടെയൊക്കെ പോയപ്പോൾ ഇതിങ്ങനെ ആവിയൊക്കെ നല്ലോണം പൊങ്ങി അങ്ങോട്ട് വന്നിട്ട് കേട്ടോ. ഏതെങ്കിലും നമുക്ക് തുറന്ന് നോക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കാൻ പോവാണ് കേട്ടോ. ഇനി കണ്ടോളൂ ഈ കേക്കിൻ്റെ അവസ്ഥ. കണ്ടില്ല നിങ്ങൾ, എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് മായം ചേർത്തണോ? ഇതൊക്കെ തന്നെയാണ്. ഇത്ര നന്നായാൽ പോരപ്പോൾ കേക്ക് ഇതിലാറപ്പം കൊടുക്കുക. കേക്ക് നന്നാണ്, ഇത് മതി. കാരണം നമ്മൾ സോഡ ഇട്ടിട്ടില്ല, പൗഡർ ഇട്ടിട്ടില്ല, ബേക്കിംഗ് പൗഡർ ഇട്ടില്ല, ഒന്നും നമ്മൾ ചേർക്കാതെ നല്ല ശുദ്ധമായ രീതിയിൽ മൈദ ഒരു 10 അരിച്ചാൻ പോയിട്ടില്ല. മൈദ അരിച്ചണം തന്നെ നിർബന്ധമല്ല. ഏതെങ്കിലും ഞാൻ ഇപ്പം ഇങ്ങനെ അരിച്ചെടുത്ത് എന്താ വെച്ചാൽ അതിലെന്തെങ്കിലും കുറുമ്പുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ അതൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അരിച്ചെടുത്താണ്. കണ്ടില്ല നിങ്ങൾ, നല്ല സൂപ്പർ കേക്ക്, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ആയപ്പോൾ എൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഞാൻ ചൂടാക്കിയിട്ടില്ല. എന്തൊക്കെ പ്രത്യേകതകൾ, കുക്കർ ചൂടാക്കാതെ നേരിട്ട് ഇങ്ങോട്ട് ഒഴിച്ചെടുത്താണ്. കുറേ കുക്കറും ചൂടാക്കി, കുറേ പാത്രം ചൂടാക്കി, എന്തൊക്കെ നഷ്ടങ്ങളാണ് നമുക്ക്, ഗ്യാസിനും ചിലവ്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. എങ്ങനെ ആയാലും ഇപ്പോൾ ഒരു 10-15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയായാലും റെഡിയാവും. കണ്ടില്ല നിങ്ങൾ, മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഇനിയിപ്പോൾ അഥവാലെങ്ങാനും അടി കരിഞ്ഞ് എഴുതിയാണ് നമ്മളാണ് നീട്ടിയിടേറിയേക്കാരം. അപ്പോൾ ഇത് ആ അടിയൊക്കെ ചെത്തി കളയാന്നല്ലാതെ എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ ഒരു ഇടങ്ങാറ്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ ചെത്തി കളഞ്ഞാൽ നല്ല സൂപ്പർ കേക്ക്, എന്തോ ഒരു സൂപ്പർ കേക്ക്. കണ്ടില്ല നിങ്ങൾ, ഇത് കരിഞ്ഞിന് എഴുതിയാണ് ഇതാണ് വലിച്ചെറിയാൻ നിൽക്കണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ അടി കരിഞ്ഞ കേക്ക് കഴിക്കാൻ. കാരണം ഈ കരിക്കട്ടയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ കുറഞ്ഞ കരിച്ചിൽ വേണം കേക്കിന്. അല്ലാതെ വെറും മൈദൻ്റെ മാവ് ഇങ്ങനെ കലക്കിച്ച് അതിലൊന്നും ഉണ്ടായിട്ട് കാര്യമല്ല. നല്ലൊരു കരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ കേക്ക് രസം ഉണ്ടാവുള്ളൂ. അതെഴുതിയാണ് കരിക്കട്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ കരിഞ്ഞപ്പം ഞാൻ അങ്ങനെ പറയാൻ നല്ലത്. ഏതായാലും അതൊന്നല്ല, കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. കുറച്ചൊന്ന് കേക്കിന് അടിക്കൊരിങ്ങനെ കരിച്ചിൽ വരുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക കേട്ടോ. ഈ നെരിച്ചിൽ കണ്ടില്ല ഈ സൈഡിൽ കൂടെയുള്ള നെരിച്ചിൽ അങ്ങനെ വരുമ്പോൾ കേക്ക് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂ. എന്നിട്ട് അവരും ഇതുപോലത്തുള്ള മായം ചേർക്കാത്ത കേക്കുകളൊക്കെ അവരും ഉണ്ടാക്കി നോക്കട്ടെ കേട്ടോ. അത്ര തന്നെ നമുക്ക് പറയാമല്ലേ. കണ്ടില്ലേ, ഇനിയിപ്പോൾ കുട്ടികളൊന്നും വരാൻ ഞാൻ നിൽക്കണില്ല കേട്ടോ. ഉന്തി തിരക്കിയിട്ട് നിൽക്കൂല. അപ്പോൾ നമ്മൾ വേഗം കട്ട് ചെയ്ത് കാണ്ട് പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഓല് വരുമ്പോൾ അങ്ങനെ ഇതുപോലെ എടുത്തു കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് വേഗം കട്ട് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ പൊടിയും പലിയും കൂടിയിട്ട് ഞാളെ വല്ല ക്രീം കേക്ക് മുറിച്ചണേലാറ് കട്ടക്കാലേക്കാരം ദാഗം അങ്ങോട്ട് തോണ്ടിയിട്ട് അതിൻ്റെ പറയേണ്ടി വരില്ല. അപ്പം ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. എത്രങ്ങാനും പീസുകൾ എണ്ണിക്കോളി.